ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷയാണെങ്കിലും ശ്രീനാഥിനെ കണ്ടിട്ടുണ്ടെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വിവേകിനോട്. ഞാൻ ശ്രീയേട്ടനെ കണ്ടു എന്ന് മാത്രമാണ് വർഷയ്ക്ക് പറയാനുള്ളത്. ആ സമയത്ത് പാവം വിവേകാണെങ്കിലോ ഇല്ലടോ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, തൻ്റെ മനസ്സിൽ വെറുതെ ഒന്ന് തോന്നിയത് മാത്രമാണ്, അങ്ങനെ ഇവിടേക്ക് ശ്രീനാഥൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇല്ല വിവേക്, വന്നിട്ടുണ്ട്, ഞാൻ അവിടെ നിന്നപ്പോൾ കണ്ടതാ, എനിക്ക് അങ്ങോട്ട് പോകണം, അവിടെ ശ്രീയേട്ടനുണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം തന്നെ ശ്രീയെ കണ്ട സ്ഥലത്തേക്ക് കൊണ്ടു ചെല്ലുന്നുണ്ട് വിവേകിന് ആകെ ടെൻഷനാവുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു വിഭ്രാന്തി പോലെ വർഷം എന്തൊക്കെയാണ് ഈ പറയുന്നത്? മരിച്ച ആളെ എങ്ങനെ കാണാനായിട്ട് സാധിക്കും എന്നൊക്കെ കൺഫ്യൂഷനിലാണ് നമ്മുടെ വിവേക്. അതിനുശേഷം ആ ഒരു കണ്ട സ്ഥലത്ത് കൊണ്ടുപോയി ചെന്നാക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ അവൾ അവിടെയൊക്കെ തിരയുന്നുണ്ട്, ശ്രീയേട്ട എന്ന് വിളിച്ചിട്ട്. ആ സമയത്ത് വിവേകാണെങ്കിലോ എന്തപ്പോൾ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ അഭിയും ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം തന്നെ പിന്നീടാണെങ്കിലോ ശ്രീയെ കാണാനായിട്ട് അഭി ചെല്ലുന്നുണ്ട്. അതിനുശേഷം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം ശ്രീയെ കണ്ടു എന്നുള്ളത് അവൾ ഉറപ്പിച്ച് പറയുകയാണ് വിവേകേട്ടൻ എത്ര ശ്രമിച്ചിട്ടും അവൾ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്നും പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീ എന്തിനാ വെറുതെ അവളുടെ അടുത്തേക്ക് വന്നതെന്ന് ചോദിക്കുന്നു. എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് അവൾ ഓടി വന്നതാണ്, ഞാനാണ് ഒഴിഞ്ഞു മാറിയത്. പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ പിന്നെ അവളെ രക്ഷിക്കാൻ എനിക്ക് തോന്നില്ലേ? കാരണം ഞാൻ ഒത്തിരി സ്നേഹിച്ച പെൺകുട്ടിയല്ലേ വർഷ, അവളെ ഇട്ടിട്ട് പോരാൻ എനിക്ക് സാധിക്കില്ല അഭി. കാരണം അത്രയും ഞാൻ അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം എന്തായി? എല്ലാം കൊണ്ടും ആകെ ഒരു പ്രശ്നത്തിലായില്ലേ? ഇനിയിപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയില്ല. അവൾക്ക് വിവേകേട്ടനിൽ നിന്ന് കിട്ടുന്ന ആ നല്ലൊരു ഭാവി ഇല്ലാണ്ടാവുമെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അഭി. ആ സമയത്ത് സ്ത്രീ ആണെങ്കിലോ എന്താ ഇനി ചെയ്യേണ്ടത്? എനിക്ക് അവളോട് നേരിട്ട് സംസാരിക്കണം, കാര്യങ്ങളിൽ സംസാരിക്കണം. അവൾക്ക് ഒരിക്കലും തന്നെ എന്നെ സ്നേഹിക്കാൻ ഇനി സാധിക്കുമോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അവൾക്ക് അങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുമെങ്കിൽ അവളെ എനിക്ക് സ്വന്തമാക്കണമെന്നും ശ്രീ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന അഭി ആകെ ഞെട്ടുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തിയിട്ടും ഇന്നാണെങ്കിലോ വിവേകിൻ്റെ അമ്മയോടും അച്ഛനോടും തൻ്റെ കല്യാണക്കാര്യം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ വർഷ പോയത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, വൈകുന്നേരം വന്നപ്പോഴത്തേനും ഓരോ മാറ്റങ്ങൾ കണ്ടു. അതിനുശേഷം തന്നെ വിവേകിനോടും അതുപോലെ തന്നെ അമ്മയോടും അച്ഛനോടും എനിക്ക് 6 മാസം സമയം തന്നിട്ടുണ്ടല്ലോ, ആ സമയം എനിക്ക് വേണം, അല്ലാതെ അതിൻ്റെ മുന്നേ എനിക്ക് വിവാഹം നടത്താൻ തീരെ താല്പര്യമില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ധനത്തിനും അതുപോലെ തന്നെ വസുന്ധരയും ആകെ ടെൻഷനാവുന്നുണ്ട്. അതിലും പാവം വിവേക് ആകെ വിഷമിക്കുന്നുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ സ്ത്രീയെ കണ്ടു എന്ന് തന്നെ വസുന്ധരയോട് പറയുന്നുണ്ട്. സ്വന്തം മകനെ ആണ് അവൾ സ്നേഹിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു മനസ്സിൽ സ്ത്രീ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിനക്ക് ഈ പെൺകുട്ടി എന്ന് വസുന്ധര ആദ്യമേ ചോദിച്ചതാണ്. പക്ഷേ വിവേകിൻ്റെ താല്പര്യത്തിൻ്റെ പുറകെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതിനുശേഷം തന്നെ വിവേക് എന്നോട് നീ ക്ഷമിക്കണം, പക്ഷേ ശ്രീയേട്ടൻ ഞാൻ കണ്ടു, എനിക്ക് കുറച്ച് സമയം വേണം, ഇത് ശ്രീയേട്ടനാണോ എന്നുള്ളത് ഉറപ്പിക്കാനെന്നുള്ളത്. പക്ഷേ സ്ത്രീയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. വിവേകാണെങ്കിലോ തൻ്റെ ഇഷ്ടം പോലെ തനിക്ക് എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ, 6 മാസമല്ലേ, അത്രയും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നു കേട്ടോ. വർഷയാണെങ്കിലോ സ്ത്രീയെ ഉറപ്പായി കണ്ട മട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ആ വയനാട്ടിൽ ആ ചക്ക വിൽക്കാൻ വന്ന ചേട്ടനെ കണ്ടുമുട്ടുന്നുണ്ട് നമ്മുടെ വർഷ. അതിനുശേഷം തന്നെ അയാളോട് ചെന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അയാളും പറയുന്നുണ്ട്, ശ്രീനാഥിനെ ഞാൻ കണ്ടത് തന്നെയാണ് ഇവിടെ വെച്ച് എന്ന് പറയുന്നു. അപ്പോഴത്തേന് കൂടുതൽ ഉറപ്പിച്ചു, പക്ഷേ ശ്രീയേട്ടൻ ഇവിടെ ജീവിച്ചിരിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വർഷയുടെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ശ്രീ എല്ലാവർക്കും അറിയായിരുന്നു, തന്നിൽ നിന്ന് മറച്ചു വെക്കാനാണ് എല്ലാവരും ശ്രമിച്ചതെന്നാണ്. അങ്ങനെ സ്ത്രീയെ തെരഞ്ഞുകൊണ്ട് തന്നെ നടക്കുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന നമ്മുടെ അഭിക്കും അതുപോലെ തന്നെ അഞ്ജനൊക്കെ ഒത്തിരി ദേഷ്യം വരുന്നുണ്ട്. ഇവരുടെ വിവാഹം എങ്ങനെയെങ്കിലും നടത്താൻ തീരുമാനിച്ച് നടക്കുകയായിരുന്നു അഭി. പക്ഷേ ഇപ്പോൾ വർഷയ്ക്ക് മനസ്സിലായി ശ്രീനാഥ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, ഒരിക്കലും അയാൾ മരിച്ചിട്ടില്ല എന്നുള്ള. അപ്പം മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നുകൂടി വ്യക്തത വരുത്താനുണ്ട്. ശ്രീയേട്ടനെ നേരിട്ട് തന്നെ കാണണം, അതിനു വേണ്ടി തന്നെയാണ് വർഷം നടക്കുന്നത് കേട്ടോ. എന്തായാലും വർഷ സ്ത്രീയെ കണ്ടുമുട്ടണം, അതിനുശേഷം തന്നെ വർഷയോടും സംസാരിക്കണം. പിന്നീടുള്ള കാര്യങ്ങൾ അവർ തന്നെ മനസ്സിലാക്കി ചർച്ച ചെയ്തിട്ട് തന്നെ തീരുമാനം എടുക്കണം കേട്ടോ. ഇപ്പോഴും വർഷയുടെ മനസ്സിൽ സ്ത്രീ ഉണ്ടെങ്കിൽ സ്ത്രീയെ തന്നെ വർഷ വിവാഹം കഴിക്കുകയും വേണം. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ